ഏറ്റവും പ്രതീക്ഷയില്ലാത്ത ഒരു നിരാശാജനകമായ മറുപടിയാണ് ജില്ലാ ഭരണകൂടം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇതിന് അനന്തര നടപടികൾ സ്വീകരിക്കാതെ ഇൻക്വസ്റ്റ് നടക്കില്ല, പോസ്റ്റ്മോർട്ടം നടക്കില്ല. ഇനി ഒരു ജീവൻ പോലും അവിടെ നിന്നും ഇങ്ങനെ നഷ്ടപ്പെടാതിരിക്കില്ല. ആ നിലപാടിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരം ഉത്തരവിറക്കാൻ കോഴിക്കോട് കളക്ടർ തയ്യാറല്ല. ഇങ്ങനെ ചർച്ച ഇല്ല. ഞങ്ങൾ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും ചർച്ചയ്ക്ക് വരാം. ഞങ്ങൾ വരാം. കർഷക സംഘടനകളുണ്ട്, ഞങ്ങളുണ്ട്, ഭഗവാനോട് ഫാദറുണ്ട്. എപ്പോൾ വിളിച്ചാൽ ചർച്ചയ്ക്ക് വരാം. അത്തരമൊരു അനുകൂലമായ നിലപാട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉടൻ വരും എന്ന പ്രതീക്ഷയിലും ആ വിളി വരുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചർച്ച അവസാനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് കലക്ടറുടെ മാത്രം നിഷേധാത്മകമായ നിലപാടല്ല. അല്ല, 12 തീരുമാനം. അത് എം പിയുടെ സാന്നിധ്യത്തിൽ, ബഹുമാനയുടെ എം പിയുടെ സാന്നിധ്യത്തിൽ MK രാഘവൻ MP മുൻകൈ എടുത്തിട്ടാണ് രാവിലെ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് ഓൺലൈൻ മീറ്റിംഗ് നടത്തിയ ശേഷം വിളിച്ചതും. കലക്ടർ വിളി വന്നതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയതും. ഞങ്ങൾ വന്നപ്പോൾ കിട്ടിയത് പ്രതീക്ഷയില്ലാത്ത ഒരു നിരാശകരമായ മറുപടിയാണ്. കാരണം ഞങ്ങൾക്കൊന്നേ നിർബന്ധമുള്ളൂ. വനം വകുപ്പ് DFO ഉണ്ടായിരുന്നു. DFO പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, എന്തിനാണ് കാട്ടുമൃഗങ്ങളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ തർക്കം? ഇനിയൊരു അക്രമം നടക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ഈ കാട്ടുമൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവിറക്കുക. ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, ഇന്നലെ ഞങ്ങൾ ആംബുലൻസ് സർജറി കിട്ടിയ ഉത്തരവ് പ്രകാരം അത് മയക്കുവെടി വെക്കാനാണ്. മയക്കുവെടി വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. കാട്ടുമൃഗങ്ങളെ കണ്ടെത്തി മയക്കുമരുന്ന് വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് പോരാ. ജനങ്ങൾ തൃപ്തരല്ല. ജനങ്ങൾ DFO പറയുന്നു ഇതിൻ്റെ സ്റ്റെപ്പ് ആരംഭിച്ചിട്ടുള്ളൂ. നിഷേധാത്മകമാണ്. DFOൻ്റെയും കലക്ടറുടെയും ഒക്കെ നിലപാട് നിഷേധാത്മകമായിരുന്നു. പലതവണ പ്രൊവോക്കഡായി. പക്ഷേ ജനങ്ങളുടെ മനസ്സിലൂടെ സംശയം ദൂരീകരിക്കാൻ ഞങ്ങളുടെ ചർച്ച ഉപകരിക്കുമെങ്കിൽ ഞങ്ങളാണ് ആത്മസമന്വയം പാലിച്ചത്. ഏതായാലും അതിനുശേഷം മതി. എൻ്റെ അച്ഛനുണ്ടായ ദുരന്തം, അദ്ദേഹത്തിൻ്റെ മകനാണ് ജോബിഷ്, അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായ ദുരന്തം മറ്റൊരാൾക്കും ഉണ്ടാവരുത് എന്നുള്ള സാഹചര്യം ഉറപ്പ് വരുത്തിയിട്ട് മതി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നഷ്ടപരിഹാരവും എന്നാലാണ് ആ കുടുംബത്തെ നിലപാട്. അത് കലക്ടറോട് നേരിട്ട് പറഞ്ഞു. അതോടൊപ്പമാണ് അവിടുത്തെ ജനങ്ങളും അവിടെ പോണ ഞങ്ങളും. അല്ല, ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം. അവരിടപെടട്ടെ. ജില്ലാ ഭരണകൂടം പറയുന്നത് സർക്കാരിന്റെ വാക്കായിരിക്കും അല്ലേ? അപ്പൊ സർക്കാർ ഇക്കാര്യത്തിൽ പിന്നെ ഏറ്റവും രസകരമായ സംഭവം നിങ്ങളെ കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഇത്തരം സാഹചര്യങ്ങളിൽ വെടിവെക്കാൻ ഉത്തരവിടാൻ കളക്ടർമാർക്ക് അധികാരം കൊടുത്ത് ഒരു പ്രസ്താവന കണ്ടു. ഇപ്പൊ ഞങ്ങൾ അറിയിച്ചു അത് GU ആയിട്ടില്ല, വാക്ക് മാത്രമായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രി മലയോര മക്കളെ പറ്റിച്ചതാണ്. ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കടലാസിലില്ല. ഉന്നയിച്ചു. അല്ല, ഞാൻ 4 ആവശ്യങ്ങളിൽ ഫെൻസിങ് ഉടൻ അവിടെ ഫെൻസിങ് പ്രവൃത്തി ഉടൻ ആരംഭിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തൃപ്തരാണതിൽ. അതുപോലെ തന്നെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം ഇൻ റൈറ്റിങ്ങിൽ 50 ലക്ഷം നഷ്ടപരിഹാരവും കുടുംബത്തിന് ജോലി എന്ന കാര്യം ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും അത് ശുപാർശ ചെയ്യാമെന്നുള്ള കാര്യം വളരെ സ്ട്രോങ് ആയി ശുപാർശ ഇൻ റൈറ്റിംഗ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അതിലൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കൽ. ആ ദുരന്തം ഉണ്ടാവാതിരിക്കാനുള്ള ഈ നടപടിയെക്കുറിച്ച് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ചർച്ച ചെയ്തത്. ഒറ്റ ആവശ്യം അതുണ്ട്. അങ്ങനെ ഒരു പ്രസിഡന്റിനോട് ഉണ്ട്, കോട്ടയത്തോടുണ്ട്. കോട്ടയം കലക്ടറുടെ ഉത്തരവിന്റെ പിന്തുടർന്നുകൊണ്ട് അപ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷൻ ഇടാൻ പറ്റുന്ന കളക്ടർ പറഞ്ഞത്. ഇതിലപ്പുറം എന്താ സിറ്റുവേഷൻ? എക്സ്ട്രീം സിറ്റുവേഷനിൽ എക്സ്ട്രീം സിറ്റുവേഷൻ പറഞ്ഞത്. അപ്പം അടുത്ത മരണം കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ മരണം പോലെ എക്സ്ട്രീം സിറ്റുവേഷന്. ഇത്തരമൊരു ഉത്തരവിറക്കാൻ എക്സ്ട്രീം സിറ്റുവേഷൻ കളക്ടറോട് ഞങ്ങൾ ചോദിക്കുന്നു. ഇനിയും മരണം നടക്കുന്നതാണോ കളക്ടർ ഉദ്ദേശിക്കുന്നത്? അല്ല, അതിന് പ്രൊസീഡിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എക്സ്ട്രീം സിറ്റുവേഷൻ ഞാൻ ചോദിക്കട്ടെ, ക്രൈസിസ് മാനേജ്മെന്റ് അല്ലേ? ഏത് നിയമത്തിനും പഴുതില്ലേ? അത് തിരുത്തിക്കൂടി. ഇപ്പം എന്താണ് വാട്ട് ദേ മീൻ ബൈ എക്സ്ട്രീം സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവരെന്താണ് അർത്ഥമാക്കുന്നത് അറിയില്ല. ആ എക്സ്ട്രീം സിറ്റുവേഷൻ അല്ല, ആയിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞത്. ഒരാൾ കാട്ടുപോത്തിന്റെ കുത്തേറ്റ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടും എക്സ്ട്രീം സിറ്റുവേഷൻ ആയിട്ടെന്ന് പറയുന്ന കളക്ടറുടെ നടപടി വേദനാജനകമാണ്. അല്ല അവർക്ക് അതിൻ്റെ അനുമതി കൊടുക്കാനേ പറ്റുള്ളൂ. ഉത്തരവിൻ്റെ കളക്ടറാണ്. രണ്ടുപേരും അവിടെ ഉണ്ട്. DFO അവിടെ ഉണ്ട്, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്, കളക്ടറുണ്ട്. രണ്ടുപേർക്കും പറ്റും. അവർ പറയുന്നു ഉത്തരവിടാം, ബട്ട് എക്സ്ട്രീം സിറ്റുവേഷൻ വേണം. ആ എക്സ്ട്രീം സിറ്റുവേഷൻ ആയിട്ടില്ല എന്നാണ് പറയണത്. ഇനി എന്താണ് മരിച്ചു? ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞു വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അനുകൂലമായി വരും എന്ന പ്രതീക്ഷയിൽ നിങ്ങളെ വിളിക്കാത്തിരിക്കുന്നത് പറയാൻ ഇറങ്ങിയത്.